എൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു വെച്ചാൽ എന്നെപ്പോലത്തെ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് ഇവിടെ ഉടമ്പടി എടുക്കാൻ പറ്റുമോ എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എന്നെ ആര് ഹെൽപ്പ് ചെയ്യും അങ്ങനെ വിചാരിച്ചു നിൽക്കുന്ന സമയത്ത് എൻ്റെ അയൽവാസിയായിട്ടുള്ള ഞാൻ പഠിച്ച സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ജീന ടീച്ചർ ഇങ്ങോട്ട് വന്ന് പറയുകയാണ്, മോനെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, ഞാൻ നിൻ്റെ കൂടെ വരാം. അങ്ങനെ ജീന ടീച്ചർ ഇവിടെ ഇരിപ്പുണ്ട്. ജീന ടീച്ചർ വളരെ സന്തോഷത്തോടെ എൻ്റെ കൂടെ വന്ന് എനിക്ക് ഉടമ്പടിക്ക് പൂരിപ്പിക്കേണ്ട കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉടമ്പടി ക്ലാസ് കൂടുന്ന സമയത്ത് അവിടെ എന്നെ സ്റ്റെപ്സ് കയറി കൊണ്ടുപോലും എല്ലാ കാര്യങ്ങളും ടീച്ചറാണ് ചെയ്തത്. അങ്ങനെ ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് 6 നിയമങ്ങൾ എല്ലാവരും ഇരുന്ന പോലെ എഴുതി. അങ്ങനെ ഉടമ്പടിയിലായിരുന്നു. പത്രങ്ങൾ ഞാൻ കൊടുത്തു പോന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യം ലഭിക്കുന്ന അനുഗ്രഹം, ഞാൻ 3 വർഷമായിട്ട് 3 പ്രാവശ്യം സെറ്റ് എഴുതി. പക്ഷേ സെറ്റ് പരീക്ഷ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് 2026 അതായത് ഈ കഴിഞ്ഞ 2026 ഞാൻ സെറ്റ് പരീക്ഷ എഴുതാനായിട്ട് അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്ത ശേഷം ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നിരുന്നു. അങ്ങനെ പുതുക്കുന്ന സമയത്ത് അച്ഛനെ കണ്ട് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ലഭിച്ചു. അച്ഛനെ എനിക്ക് കാശ് രൂപം തന്നു. അത് കഴുത്തിൽ ഇട്ടുകൊണ്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നത്. ഞാൻ സത്യം പറഞ്ഞ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. വെറും 2 ആഴ്ചത്തെ ഒരു പഠനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കറിയില്ല എങ്ങനെ എനിക്ക് ലഭിക്കാൻ അത് ഞാൻ പാസ്സാവുമോ എന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഫെബ്രുവരി 22 സെറ്റ് പരീക്ഷ എഴുതാൻ പോവുകയാണ്, വളരെ ടെൻഷനോടെ. പക്ഷേ എനിക്കുള്ളൊരു ബലം എന്ന് പറയുന്നത് ഉടമ്പടിയിലാണ്. എൻ്റെ അമ്മ അത് എൻ്റെ ഈശോയിൽ നിന്ന് സാധിച്ചിരുന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പരീക്ഷ സെറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ 2 പേപ്പറുണ്ട്. ആദ്യത്തെ പേപ്പർ കാലത്തും പേപ്പർ 2 ഉച്ചയ്ക്കുമാണ്. അപ്പോൾ പരീക്ഷ തുടങ്ങുന്ന സമയത്ത് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ഒരു സ്ക്രൈബ് ഉണ്ടാവും. പരീക്ഷ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എഴുതി തരാനായിട്ടൊരു സ്ക്രൈബ് ഉണ്ടാവും. അങ്ങനെ ഞാൻ ആ സ്ക്രൈബിനോട് പറഞ്ഞു, മോനെ പരീക്ഷ തുടങ്ങുന്ന സമയത്ത് എന്നോട് പേപ്പർ കിട്ടുന്ന സമയത്ത് ആൻസർ പേപ്പർ കിട്ടുന്ന സമയത്ത് എന്നോടൊന്ന് പറയണം. അപ്പം ഞാൻ പരീക്ഷ തുടങ്ങുന്ന മുമ്പ് വിശുദ്ധ തൈലം നെറ്റിയിൽ കുരിശ് വരച്ച്